കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രാഷ്ട്രീയ മുസ്ലിം ലീഗും സമസ്തയായിട്ടല്ല കുഴപ്പം. നമ്മളെ കൂട്ടത്തിലുള്ള സമസ്തന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാര് ചിലര് രാഷ്ട്രീയക്കാരായി എന്നുള്ളതാണ്. അവർ രാഷ്ട്രീയത്തിന് ഏണി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉള്ള കുഴപ്പം. ആകെ മനസ്സിലാക്കിയാൽ മതി. അവരെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ തയ്യാറായാലൊരു കുഴപ്പമില്ല. ഇവിടെ പാണക്കാട് തങ്ങന്മാർക്കും കുഴപ്പമില്ല, അതുപോലെ മുസ്ലിം ലീഗിനും കുഴപ്പമില്ല, സമസ്തക്കും കുഴപ്പമില്ല. ഇതിനിടയിൽ കടന്ന് കളിക്കണ ഇതുപോലെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പട്ടിക്കാട് സമ്മേളനത്തിൽ മഹല്ല് ഫെഡറേഷന്റെ ഒരു യോഗം ഉണ്ടായിരുന്നു. അവിടെ സയ്യിദുൽ ഉലമയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ് ചില ആൾക്കാർ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സയ്യിദുൽ ഉലമ പറഞ്ഞു മഹല്ലുകളൊക്കെ സമസ്തയുടെ കീഴിൽ അംഗീകരിക്കണമെന്നാണ് പറഞ്ഞത്. അതെപ്പോഴോ പറയുന്ന മഹല്ലുകളൊക്കെ സമസ്തയുടെ കീഴിൽ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കണം, എല്ലാവരും സമസ്തയുടെ നിലപാടിൽ തന്നെ അത് എല്ലാ മഹല്ലുകളും അതിൽ രജിസ്റ്റർ ചെയ്യണം തന്നെയാണ് സയ്യിദുൽ ഉലമ പറഞ്ഞത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെ നട്ടാക്കി വളച്ചൊടിച്ചുകൊണ്ട് സമസ്തയിൽ നേരിട്ട് മഹല്ല് ഫെഡറേഷൻ അല്ലാത്ത വഴിയിൽ കൂടെ സമസ്തയിലേക്ക് നേരിട്ട് കടത്തണം എന്നാണ് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കുക. അങ്ങനെ സയ്യിദുൽ ഉലമ പറഞ്ഞിട്ടില്ലല്ലോ. സയ്യിദുൽ ഉലമ സംസ്ഥാനത്തെ കുറിച്ച് ബോധമില്ലാത്ത ആളാ. എല്ലാം അംഗീകരിക്കൽ അങ്ങനല്ലേ? മഹല്ല് ഫെഡറേഷൻ, അതായത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് മദ്രസകൾ അംഗീകരിക്കുന്നത്. അത് സമസ്തയുടെ അംഗീകാരമാണ്. അതിന്റെ മാർഗം അതാണ്. സമസ്തയിൽ മദ്രസ അംഗീകരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകരിക്കൽ തന്നെയാണ്. അതന്നെയാണ് സയ്യിദുൽ ഉലമ പറഞ്ഞതും. അങ്ങനെ എന്താക്കണം, വിദ്യാഭ്യാസം അതിന്റെ ഓരോ നയപരിപാടികളില്ലേ, ഓരോ മാർഗങ്ങളുണ്ടല്ലോ, ആ മാർഗത്തിൽ കൂടെ ചെയ്യണം തന്നെയാണ്. അല്ലാതെ അത് ബോധമില്ലാത്ത ആളല്ലല്ലോ സയ്യിദുൽ ഉലമ. അപ്പം വിദ്യാഭ്യാസ ബോർഡിൽ കൂടെ മദ്രസകളെ ഇതുവരെ എല്ലാവരും ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ, മാറി നിൽക്കുന്നവരെങ്കിൽ എന്താക്കണം, ആ മാറ്റം ഒഴിവാക്കിക്കൊണ്ട് ഇതിലേക്ക് കൂടണം. അതുപോലെ മഹല്ല് ഫെഡറേഷന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ആ മഹല്ല് ഫെഡറേഷനും സമസ്തയുടെ കീഴിലായിക്കൊണ്ടുള്ള മഹല്ല് ഫെഡറേഷൻ, ആ മഹല്ല് ഫെഡറേഷനിൽ കൂടെ സമസ്തയിലാക്കണം. ഇതിനെ വെറുതെ വർത്താനം ഉണ്ടാക്കുക, ദുരുദ്ദേശം. ഇങ്ങനെ കുറച്ച് കൂട്ടരുണ്ട് ദുരുദ്ദേശത്തോടുകൂടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കലബലാക്കിയിട്ട് അവർ നേടാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയില്ല. രാഷ്ട്രീയ മേഖലയിൽ വല്ല മേൽക്കോയ്മ കിട്ടാനോ എന്തിനോന്ന് അറിയില്ല. അള്ളാഹു ആയാലും ഏതായിരുന്നാലും പടച്ചോൻ അത്തരം ചെറുകളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇവിടെ സമസ്തയും ലീഗും തമ്മിലായിട്ട് ഒരു വിഷയവുമില്ല. നമ്മളിപ്പം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ പറഞ്ഞല്ലോ പട്ടിക്കാട് സമ്മേളനത്തിൽ, ഈ സമുദായത്തിന്റെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞു. അവർ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇവിടെ രാഷ്ട്രീയമായിട്ട് ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇത് അഭിപ്രായക്കേടില്ല. അത് സയ്യിദുൽ ഉലമ പറഞ്ഞ തെറ്റില്ല. അതും പന്താക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ കളിയാക്കുന്നു.